ഭക്തി സാന്ദ്രത്തിലേക്ക് സ്വാഗതം. ലളിതാ സഹസ്രനാമത്തിലെ 260 മുതൽ 274 വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾ ലളിതാ സഹസ്രനാമം അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്താൽ ഒരു ജപം വലിയ മാറ്റം എങ്ങനെയെന്ന് മനസ്സിലാകും. 260 നാമം സുപ്ത. ഗാഢമായ സുഷുപ്തി അവസ്ഥയിൽ ഇരിക്കുന്നവൾ, സുഷുപ്തിയെ അനുഭവിക്കുന്ന ജീവനായി തീർന്നിരിക്കുന്നവൾ സുപ്ത എന്നർത്ഥം. ഇനി 261 നാമം പ്രാജ്ഞാത്മിക. ഈ സുപ്താവസ്ഥയിലുള്ള ജീവന്റെ പേരാണ് പ്രാജ്ഞൻ. പ്രാജ്ഞൻ എന്ന ജീവനായിട്ടിരിക്കുന്നവൾ എന്നർത്ഥം. ഇനി 262 നാമം തുര്യ. തുരീയാവസ്ഥ എന്ന് പറഞ്ഞാൽ 4ാമത്തെ അവസ്ഥ, അതായത് ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അതും കടന്നുള്ള സമയ അവസ്ഥയിൽ ബ്രഹ്മത്തെ അനുഭവിക്കുന്ന അവസ്ഥയെയാണ് തുര്യാവസ്ഥ എന്ന് പറയുന്നത്. ഇത് യോഗികൾക്ക് മാത്രം അനുഭവപ്പെടുന്ന അവസ്ഥയാണ്. അങ്ങനെ ആ അവസ്ഥയുടെ അനുഭവത്തെ ഉണ്ടാക്കി കൊടുക്കുന്നതും ഈ ദേവി തന്നെയാണ്. അതുകൊണ്ടാണ് തുര്യ എന്ന പേര് വന്നത്. ഇനി 263 നാമം സർവാവസ്ഥ വിവർജിത. എല്ലാ അവസ്ഥകളും പിന്നിട്ടവൾ. 4 അവസ്ഥകളും മറികടന്ന് ഇരിക്കുന്നതും ഈ ദേവി തന്നെയാണ്. ആ അവസ്ഥ മഹായോഗികൾക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്നതാണ്. സാധാരണക്കാർക്ക് ആ അവസ്ഥയിൽ എത്താൻ കഴിയില്ല. ഇനി 264 നാമം സൃഷ്ടികർत्री. ഈ സൃഷ്ടിക്ക് മുഴുവൻ കർത്താവായിട്ടുള്ളവൾ മായാശക്തിയാണ് ദേവി. ആ സങ്കല്പത്തെ സൃഷ്ടിയിലൂടെ ജീവൻ കൊടുക്കുന്നത്, അത് സാധ്യമാക്കുന്നത് ദേവിയാണ്. മഹാമായയാണ് എന്നർത്ഥം. ഇനി 265 നാമം ബ്രഹ്മരൂപ. ബ്രഹ്മാവിൻ്റെ രൂപത്തോടു കൂടിയവൾ. സൃഷ്ടി നടത്തുന്നതിന് ബ്രഹ്മാവിന് ആ ശക്തി കൊടുക്കുന്നതും ദേവി തന്നെ. അതുകൊണ്ട് ബ്രഹ്മരൂപ എന്ന പേര് വന്നു. ഇനി 266 നാമം ഗോപ്ത്രീ. ഈ ലോകത്തിൻ്റെ സൃഷ്ടി എല്ലാം ഗോപനീയമാണ്, രഹസ്യമാണ്. ആ രഹസ്യാത്മകത സൂക്ഷിക്കുന്നതും ദേവി തന്നെ. അതുകൊണ്ടാണ് ദേവിക്ക് ഗോപ്ത്രീ എന്ന പേര് വന്നത്. ഇനി 267 നാമം ഗോവിന്ദരൂപിണി. ഗോവിന്ദൻ ആരാണ്? മഹാവിഷ്ണു. പ്രപഞ്ചത്തിൻ്റെ പരിപാലനത്തിനായിട്ട് വിഷ്ണുവിന് ശക്തി കൊടുക്കുന്നതും ഈ മഹാദേവി തന്നെയാണ്. അതുകൊണ്ടാണ് ഗോവിന്ദരൂപിണി എന്ന പേര് വന്നത്. ഇനി 268 നാമം സംഹാരിണി. ഈ പ്രപഞ്ചത്തിൻ്റെ സംഹാരം ചെയ്യുന്നവൾ ദേവി. ഈ പ്രപഞ്ചത്തിൻ്റെ തമോ ഗുണത്തെ ഇല്ലാതെയാക്കുന്നതും ദേവി തന്നെ. അതുകൊണ്ട് ദേവി സംഹാരിണിയാണ് എന്നർത്ഥം. ഇനി 269 നാമം രുദ്രരൂപ. പ്രപഞ്ചത്തിൻ്റെ സംഹാരത്തിനായി രുദ്രൻ്റെ രൂപത്തിൽ ഇരിക്കുന്നവളും ദേവി തന്നെ. അതുകൊണ്ട് രുദ്രരൂപ. ഇനി 270 നാമം തിരോധാനകരി. എല്ലാറ്റിനെയും തിരോധാനം ചെയ്യിക്കുന്നവളാണ് ദേവി. ഇവിടെ സംഹാരം കഴിഞ്ഞാൽ മായാനാടകത്തിൻ്റെ വേദി അപ്രത്യക്ഷമാക്കണം.
ഇവിടെ സൃഷ്ടി നടത്താൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അതിനായിട്ട് ഒരു മായാവേദി തന്നെ ഒരുക്കുന്നു. അങ്ങനെ ഈ പ്രപഞ്ച നാടകവേദിയെ അപ്രത്യക്ഷമാക്കുന്നവളും ദേവി തന്നെ. അതിനെയാണ് തിരോധാനം എന്ന് പറയുന്നത്. ഇനി അത് ചെയ്യുന്ന ആളാണ്, ആ മൂർത്തിയാണ് ഈശ്വരൻ. ആ ഈശ്വരന് ശക്തി കൊടുക്കുന്നതും ദേവിയാണ്. അതുകൊണ്ട് 271 നാമം ഈശ്വരി. ആ ഈശ്വരന് തിരോധാനം ചെയ്യാൻ ശക്തി കൊടുക്കുന്നവൾ ഈശ്വരി എന്നർത്ഥം. ഇനി 272 നാമം സദാശിവ. ഇവിടെ തിരോധാനം ചെയ്ത എല്ലാ ജീവജാലങ്ങളും പിന്നീട് ലയിക്കുന്നത് ആ പരമാത്മ സ്വരൂപത്തിലേക്കാണ്. ആ സ്വരൂപത്തെയാണ് സദാശിവൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ആ സദാശിവന്റെ ശക്തി സ്വരൂപിണിയാണ് ദേവി. അതുകൊണ്ടാണ് സദാശിവ എന്ന പേര് വന്നത്. ഇനി 273 നാമം അനുഗ്രഹദ. ഈ സദാശിവന്റെ സങ്കല്പമാണ് പിന്നീട് സൃഷ്ടി നടത്തുക എന്നത്. അങ്ങനെ ആ സൃഷ്ടി ആരംഭത്തിൽ തന്മാത്രകൾ ഉണ്ടാകുന്നതിനെയാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെ ആ അനുഗ്രഹം ചെയ്യാൻ സദാശിവന് ശക്തി കൊടുക്കുന്നവൾ എന്നർത്ഥം. ഇനി 274 നാമം പഞ്ചകൃത്യപരായണ. പഞ്ചകൃത്യം സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം, ഇവയാണ് പഞ്ചകൃത്യങ്ങൾ. ഇതൊക്കെ കഴിഞ്ഞ നാമങ്ങളിൽ പറഞ്ഞു. ഇതിനൊക്കെ ശക്തി കൊടുക്കുന്നവളാണ് ദേവി എന്നർത്ഥം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശിവശക്തി രൂപിണ്യേ നമഃ.